ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടെ US പിന്മാറുന്നു. ആഗോള വിതരണ ശൃംഖലകളെ പുനർനിർമ്മിക്കുകയും പ്രധാന പങ്കാളികളുമായുള്ള ബന്ധം വഷളാകുകയും ചെയ്ത ഇറക്കുമതി തീരുവകൾ അമേരിക്ക നിർത്തലാക്കുമെന്നാണ് ഔദ്യോഗിക അറിയിപ്പുകൾ വന്നത്. അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമപ്രകാരമുള്ള താരിഫ് പിരിവുകൾ ചൊവ്വാഴ്ച പ്രാദേശിക US സമയം പുലർച്ചെ 12:01 അവസാനിപ്പിക്കുമെന്ന് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ താരിഫ് കോഡുകളും അതിന്റെ കാർഗോ സിസ്റ്റങ്ങളിൽ നിർജ്ജീവമാക്കുമെന്നും ഇറക്കുമതിക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ അടിസ്ഥാനമാക്കിയുള്ള കർത്തവ്യങ്ങൾ അസാധുവാക്കിയ കോടതി വിധിക്ക് 3 ദിവസങ്ങളിലേറെ ആയിട്ടായിരുന്നു ഈ നിർത്തലാക്കൽ. IEEPA പ്രകാരം ചുമത്തിയ താരിഫുകൾക്ക് മാത്രമേ താൽക്കാലികമായി നിർത്തിവെക്കൽ ബാധകമാകൂ. കൂടാതെ ട്രംപ് കാലഘട്ടത്തിലെ മറ്റ് ലെവികളെ ഇത് ബാധിക്കില്ല. ഇതിൽ സെക്ഷൻ 232 ദേശീയ സുരക്ഷാ അധികാരങ്ങൾ, സെക്ഷൻ 301 അന്യായ വ്യാപാര നിയമങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഉചിതമായ സമയത്ത് CSMS സന്ദേശങ്ങളിലൂടെ CBP വ്യാപാര സമൂഹത്തിന് അധിക മാർഗനിർദ്ദേശം നൽകുമെന്നും ഏജൻസി വ്യക്തമാക്കി. സുപ്രീം കോടതി വിധിയിൽ നിന്നുള്ള നിയമപരവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ തുടരുമ്പോഴും നിർത്തലാക്കപ്പെട്ട തീരുവകൾക്ക് പകരമായി മറ്റൊരു നിയമപരമായ അതോറിറ്റിക്ക് കീഴിൽ പുതിയ 15% ആഗോള താരിഫ് ട്രംപ് നടപ്പിലാക്കുന്നതിനോട് ഈ നീക്കം യോജിക്കുന്നു. ഇത് US വ്യാപാര നയത്തിൽ ഒരു ദ്രുതഗതിയിലുള്ള വഴിത്തിരിവിനെ സൂചിപ്പിക്കുന്നു. സുപ്രീം കോടതി വിധി US താരിഫ് വരുമാനത്തിൽ $175 ബില്യൺ റീഫണ്ടുകളുടെ അപകട സാധ്യതയിലാക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അസാധുവാക്കപ്പെട്ട IEEPA തീരുവകൾ പ്രതിദിനം $500 ദശലക്ഷം വരുമാനം കൊണ്ടുവന്നിരുന്നു. വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതാണ്. ഫെബ്രുവരി 20 6-3 എന്ന സംഖ്യയിൽ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. ഡൊണാൾഡ് ട്രംപ് 1977 അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം ഉപയോഗിച്ച് വൻതോതിലുള്ള ഇറക്കുമതി തീരുവ ചുമത്തി തന്റെ അധികാരം ലംഘിച്ചുവെന്ന കീഴ്ക്കോടതി കണ്ടെത്തലുകൾ സുപ്രീം കോടതി ശരിവെച്ചു. നിയമം അദ്ദേഹം അവകാശപ്പെട്ട അധികാരങ്ങൾ നൽകുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മണിക്കൂറുകൾക്കുള്ളിൽ ട്രംപ് ചൊവ്വാഴ്ച മുതൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള US ഇറക്കുമതികൾക്ക് ഒരു പൂർണ്ണ തീരുവ പ്രഖ്യാപിച്ചു. തുടക്കത്തിൽ 10% നിശ്ചയിച്ചിരുന്നു, പിന്നീട് പെട്ടെന്ന് 15% ഉയർത്തി. ഇത് ചില ഉദ്യോഗസ്ഥരെ അശ്രദ്ധരാക്കിയതായി തോന്നുന്നു. പുതിയ തീരുവകൾ US വ്യാപാര നിയമത്തിലെ സെക്ഷൻ 122 ആശ്രയിച്ചിരുന്നു. 15% വരെ താരിഫ് അനുവദിക്കുന്ന പരീക്ഷിക്കാത്ത ഒരു വ്യവസ്ഥയാണിത്. എന്നാൽ 180 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിച്ചാൽ കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണ്. മുമ്പ് ഒരു പ്രസിഡന്റും സെക്ഷൻ 122 ഉപയോഗിച്ചിട്ടില്ല. നിയമപരമായ വെല്ലുവിളികൾ വ്യാപകമായി പ്രതീക്ഷിക്കപ്പെടുന്നു. ചൈന, ദക്ഷിണ കൊറിയ, ജപ്പാൻ, തായ്വാൻ എന്നിവയുൾപ്പെടെ പ്രധാന ഏഷ്യൻ കയറ്റുമതി സമ്പദ് വ്യവസ്ഥകളിലെ ട്രംപ് കാലഘട്ടത്തിലെ ഒന്നിലധികം താരിഫുകൾ കോടതിയുടെ തീരുമാനം അസാധുവാക്കി. ഇവയെല്ലാം ആഗോള ഉൽപാദന സാങ്കേതിക വിതരണ ശൃംഖലകളുടെ കേന്ദ്ര ബിന്ദുവാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.